ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇന്നലെ രാത്രി പെസേട്ടൻ വരുമ്പോൾ കൊണ്ടുവന്ന പച്ചക്കറിയാണ് കേട്ടോ. പച്ചക്കറിയും കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അരിയും പിന്നെ ഉഴുന്ന്, പഞ്ചസാര, ജീരകമാണ് കേട്ടോ. അത് ജീരകം കുറേ ദിവസമായി കഴിഞ്ഞിട്ട്, അപ്പോൾ ജീരകം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ സ്വത്തൂന് മിഠായിയാണ്, കിറ്റ്കാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്വത്തുക്കുട്ടിക്ക് സർപ്രൈസായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ മീൻ. അല്ലെങ്കിൽ സ്വത്ത് എപ്പോഴും മീൻ വാങ്ങിക്കാൻ വേണ്ടി പറയും, അക്വേറിയം ഫിഷ്. അപ്പോൾ ഇന്നതാ സർപ്രൈസായിട്ട് തന്നെ ഫിഷിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് ഫിഷാണ് സ്വത്തു? ഗപ്പി അല്ലേ? ഗപ്പിയാണ് കേട്ടോ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ടെമ്പറേച്ചറൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ട് സ്വത്തു ഗപ്പി ടാങ്കിൽ തന്നെ ഇതിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്രഗ്നൻ്റ് ആണെന്ന് തോന്നണം. ഇത് കൂടാതെ സ്വത്തുവിൻ്റെ കയ്യിൽ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വലുതായിട്ടോ. അപ്പോൾ ഇതാണ് സ്വത്തുവിൻ്റെ ഗപ്പി ഇട്ട് വെക്കുന്ന ബൗള്. ഇതിൽ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വലുതായിട്ടുണ്ട്. ഇപ്പോൾ ഇതങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല സ്വത്തു. ഇത് പിന്നെ രാവിലെ എടുത്താണ് കേട്ടോ. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അവൽ നനയ്ക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. കാരണം ചപ്പാത്തി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ. അപ്പോൾ കുറച്ച് അവൽ കൂടി നനച്ചെടുക്കാമെന്ന് വിചാരിച്ച് ആവശ്യത്തിനുണ്ട് അവിലൊക്കെ എടുത്തു. കൂടുതൽ അവിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്ലേറ്റിൽ. പക്ഷെ ഞാൻ കുറച്ച് മാറ്റി വെച്ചു, ചിലപ്പോൾ എങ്ങാനും നനച്ച് ബാക്കി വന്നാലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ പ്ലേറ്റിലോട്ട് അവിലൊക്കെ മാറ്റി വെച്ചു. പിന്നെ കുറച്ച് തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അവിലാണ് കേട്ടോ, നല്ല ക്രിസ്പി അവിലാണ്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കതാ നമ്മുടെ സ്വത്തുക്കുട്ടി എണീച്ച് വന്നു കേട്ടോ. സ്വത്തുക്കുട്ടിക്ക് രാവിലെ എണീച്ചപ്പോൾ ഒരു തൊണ്ടവേദന. അപ്പം ഏത് ചായ സ്വത്ത് കുടിച്ചത്? കട്ടൻ ചായ. കട്ടൻ ചായയാണ് കുടിച്ചത്. അപ്പോൾ തൊണ്ടവേദന കാരണം ഒന്ന് എണീച്ച് വന്നത് കട്ടൻ ചായ മതി എന്നാണ് പറഞ്ഞിട്ട് അങ്ങനെ അടുക്കളയിലിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ സ്വത്തുവിനുള്ള കട്ടൻ ചായയൊക്കെ അടുപ്പിൽ വെച്ചു, പാൽ ചായയും മറ്റേ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ്ടോ തേങ്ങ ഞാൻ ആദ്യമേ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ അവിലോട്ട് നമുക്ക് തേങ്ങ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അതിന് മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേക്കും സ്വത്തുവിന് ചായ കുടിക്കാൻ ധൃതിയായി കേട്ടോ. അപ്പോൾ പാൽ ചായയാണല്ലോ ആദ്യം വെച്ചത്. പാൽ ചായ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി എടുക്കാമെന്ന് വിചാരിച്ചു. അരിച്ച് വേറൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ആക്കി വെച്ചു. എൻ്റെ സ്വത്തുക്കുട്ടിക്ക് രാവിലെ പാൽ ചായ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ തൊണ്ടവേദന കാരണം കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ കട്ടൻ ചായ വെച്ച് കൊടുത്തു. ചില ദിവസം അധികം ദിവസം ഞാൻ പാൽ ചായ നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അത് കുറച്ച് മാത്രമേ കുടിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ അവിയലിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലോട്ട് ഞാൻ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പഴം 3 ചെറുപഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിടുകയാണ് ചെയ്തത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കാൻ ഈ ഒരു പ്ലേറ്റിൽ പറ്റില്ല. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ തേങ്ങയും അവിലും പഞ്ചസാരയും ചെറുപഴമാണ് ഇതിലിട്ടിട്ടുള്ളത്. പാൽ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പ്ലേറ്റിൽ നിന്ന് അവിലും തേങ്ങയും എല്ലാം കൂടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോഴും സ്വത്ത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും തേങ്ങയും അതുപോലെ വേറെ തട്ട് കൊടുത്ത് പഴവും എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വരണമല്ലോ. പഴവും അവിലും എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ അതെങ്ങനെയായി? പഞ്ചസാരയൊക്കെ മിക്സായി. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുത്തപ്പോഴേക്കും സ്വത്തുവിൻ്റെ കട്ടൻ ചായ റെഡിയായി. സ്വത്തുവിനുള്ള കട്ടൻ ചായയൊക്കെ ആറ്റി പഞ്ചസാരയൊക്കെ ഇട്ട് ആറ്റി എടുത്ത് ഞാൻ കപ്പിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു സ്വത്തുവിന്. സ്വത്ത് നല്ലതുപോലെ കുടിച്ചു. അല്ലെങ്കിൽ സ്വത്ത് കട്ടൻ ചായയോ പാൽ ചായയോ ഒന്നും രാവിലെ കുടിക്കാറില്ല. ഇന്നിപ്പോൾ തൊണ്ടവേദന ആയതുകൊണ്ട് മാത്രം സ്വത്ത് കുടിച്ചതാണല്ലേ സ്വത്തു? അപ്പം ഞാൻ പാൽ ചായയും ഗ്ലാസ്സിലാക്കിയിട്ടോ. എന്നാൽ ഞങ്ങൾക്ക് 2 പേർക്കും കുടിക്കാമല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ അവിലും പഴമൊക്കെ ആണ്. പിന്നെ ചപ്പാത്തി ഉണ്ട്. ഞാൻ മാത്രമേ ഈ അവിൽ കഴിച്ചുള്ളൂ. ഇവർ 2 പേരും അവിൽ കഴിച്ചില്ല. അപ്പോൾ സൂപ്പറായിരുന്നു അവിലൊക്കെ. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് അവർ ഉച്ചയ്ക്ക് കഴിച്ചു സ്വത്ത് കുറച്ച്. അത് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് സ്വത്തുവിന് ഓർമ്മ വന്നത് രാത്രി ടെമ്പറേച്ചർ സെറ്റാകാൻ വേണ്ടിയിട്ട് ഇട്ട ഗപ്പിയാണിത്. ഗപ്പികളെ തുറന്നു വിട്ടില്ല എന്നുള്ളത്. ഓടിപ്പോയി നോക്കിയതാണ്. ചത്തിട്ടൊന്നും ഇല്ല കേട്ടോ, ജീവനോടെ ഉണ്ട്. അപ്പോൾ അവരെ പെട്ടെന്ന് തന്നെ തുറന്നു വിടാൻ പറഞ്ഞതാണ് അല്ലേ സ്വത്തു? അപ്പോൾ സ്വത്ത് വലിയൊരു ബക്കറ്റിലാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഈ ഒരു കുഞ്ഞു പാത്രത്തിലാക്കുക, അത് ചത്തു പോകണ്ട. അങ്ങനെ ഗപ്പിക്കുട്ടന്മാരെയൊക്കെ റിലീസ് ചെയ്തു. ബായ്. ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.